ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമക്ക് ആ അപകടം പറ്റി ശ്യാമ വല്ലാത്തൊരു കരച്ചിൽ കരയുന്നുണ്ടല്ലോ. പിന്നീട് ആ ലെറ്റർ എവിടെ പോയി എന്നായിരിക്കും ശ്യാമയുടെ ഉള്ളിലെ അടുത്ത ചോദ്യം കേട്ടോ. അങ്ങനെ ശ്യാമ പൊന്നിയുടെ സഹായത്തോടു കൂടി ഒരുപാട് ആ ലെറ്റർ തെരയുന്നുണ്ട്. പക്ഷെ ആ ലെറ്റർ കിട്ടിയിരിക്കുന്നത് സത്യഭാമയുടെ കയ്യിൽ തന്നെ ആയിരിക്കും കേട്ടോ. സത്യഭാമ ആ ലെറ്റർ എല്ലാം വായിക്കാണ്. അതിനുശേഷം സത്യഭാമ ഇടനെഞ്ചി പൊട്ടുന്ന ആ വേദനയുമായി പൊട്ടിക്കരയാനായിട്ടാ. അങ്ങനെ തനിക്കിത് വിളിച്ചു പറയാൻ കഴിയുന്നില്ല. കാരണം രോഹിത് എന്ന ആ ഒരു ഇത് മാത്രം. കാരണം രോഹിത് സ്വന്തം കുഞ്ഞിനെ പോലെ വിഷ്ണുവിന്റെ കുഞ്ഞിനെ നോക്കിയത്. കാരണം രോഹിത്തിന്റെ അമ്മ മരിക്കാനുള്ള കാരണവും സത്യഭാമയാണല്ലോ. സത്യഭാമയുടെ ഈഗോ, സത്യഭാമയുടെ എടുത്തുചട്ട, സത്യഭാമയുടെ മുന്നിൽ അറിയാതെ വന്ന് അന്ന് ആ അമ്മ പെട്ടെങ്കിലും കൂടി അതിനൊരു കാരണക്കാരി ഈ പറയുന്ന സത്യഭാമ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു വേദനയും സത്യഭാമക്കുള്ളിൽ ഉണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം സത്യഭാമ ആകെ അടിമുടി ഒന്ന് മാറുന്നുണ്ട്. ഇനി ഈ ആഡംബര വസ്തുക്കളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു കാലിൽ നിന്നും മാറി സത്യഭാമ ഒരു പാവം ഒരു അമ്മയായി മാറുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് സത്യഭാമ ശാലിനിക്ക് വിളിക്കുകയാണ്. ശാലിനി, നിന്നെ ഒന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സത്യഭാമയുടെ ആ വിളി കാണുമ്പോൾ ശാലിനിക്ക് പേടിയാവണം. ഈശ്വര, ഇനിയിപ്പോ എന്തിനായിരിക്കുമോ ആ വിളി എന്ന ആ ഒരു പേടി ശാലിനിക്കുള്ളിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്താണെങ്കിൽ ശാലിനിയുടെ കുഞ്ഞ് അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് ഒത്തിരി തവണ സത്യ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയമാണ് സുസ്മിത ഇനി രോഹിത്തിനെ കാണുന്നത് കേട്ടോ. രോഹിത്തിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. രോഹിത്ത്, നീ എല്ലാവർക്കും മുന്നിൽ ഇനി വെഡിവേഷം കെട്ടുന്ന കോമാളിയെ പോലെയാണ് നീ മുന്നോട്ട് പോകുന്നത്. അത് നീ ചിന്തിച്ചാൽ നിനക്ക് നന്ന്. നിന്നെ എല്ലാവരും പറ്റിക്കുകയാണ്. എടി, നീയാണ് എൻ്റെ ജീവിതം തകർത്തത്. എന്നാൽ ശ്യാമ എൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പോൾ എനിക്ക് ജീവിതത്തിൽ പച്ചപ്പാണ് ഉണ്ടായത്. അതിൻ്റെ തോന്നൽ മാത്രം. ഈ ശ്യാമ എന്ന് പറയുന്നവളും ഈ ശ്യാമയുടെ ഏട്ടത്തി എന്ന് പറയുന്ന കുഞ്ഞേച്ചി എല്ലാവരും നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നീ മനസ്സിലാക്കണം. അതിൽ കൂടുതൽ നിന്നെ ഏറ്റവും കൂടുതൽ കൊണ്ടിരിക്കുന്ന സത്യഭാമയാണെന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി രോഹിത് എന്തെന്ന് ചോദിക്കാണ്. അതെ, നീ അറിയണം നിന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള സത്യം നീ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. സത്യഭാമ ഇന്ന് നിന്നെ മകനാക്കി ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സത്യഭാമ നിന്റെ അമ്മയെ കൊന്നത് സത്യഭാമയാണെന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന രോഹിത് എന്താ ഈ പറയുന്നത് എന്നുള്ള ആ ഭാവത്തിൽ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കൈയിന്റെ ചൂട് നീ അറിയുമെന്നൊക്കെ പറഞ്ഞ് സുസ്മിതയുടെ നേർക്ക് ഇങ്ങനെ രോഹിത് എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം സുസ്മിതയെ പറയണേ, നീ എന്നെ അടിച്ചോ, നീ എന്നെ കൊന്നോ, ഞാൻ നിന്നെ ചതിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നീ ഇപ്പൊ എല്ലാവർക്കും മുന്നിൽ ഒരു കോമാളിയാണ്. നിന്റെ ഭാര്യ എന്ന് പറയുന്ന ശ്യാമയുണ്ടല്ലോ, അവള് ഞാൻ നിന്നെ വേറൊരു തരത്തിലാണ് ചതിച്ചതെങ്കിൽ, അതായത് നിന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല, അത് സത്യം തന്നെ. പക്ഷെ അവൾ നിന്നെ പ്രണയിച്ചും കൊണ്ട് നിന്നെ കബളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ സത്യം ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നില്ല, അത് നീ വഴി അറിഞ്ഞോളും. എന്നാൽ ഒരു സത്യം നീ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. സത്യഭാമ നിന്നെ മകനായി വളർത്തുന്നുണ്ടെങ്കിൽ അവർ എന്തിനും ഏതിനെ കണക്ക് നികത്തി കൊണ്ടുപോകുന്ന അവർ നിന്നെ മകനായി വളർത്തണമെന്നുണ്ടെങ്കിൽ അവരെ നിന്റെ അമ്മയുടെ മരണത്തിന് ഒരു ഉത്തരവാദിയാണെന്നുള്ള വീണ്ടും ആ പറച്ചിലാവുമ്പോൾ രോഹിത്തിന്റെ ഉള്ളിൽ ചെറിയൊരു വിള്ളൽ വീണിരിക്കുന്നു കേട്ടോ. അതിനുള്ള ചെറിയൊരു തെളിവും സുസ്മിത കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തെളിവ് നീ കണ്ടു നോക്കുക, അപ്പൊ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ഒരു തെളിവും കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ സുസ്മിത രോഹിത്തിന് ആ തെളിവ് കാണിച്ചു കൊടുക്കുമ്പോൾ സുസ്മിത പറഞ്ഞതിൽ ഒരു നേരുണ്ടെന്ന് മനസ്സിലാക്കാണ്. ഇതേ സമയം സത്യഭാമയാണെങ്കിലോ തൻ്റെ ആ ഒരു നിമിഷത്തെ കുറിച്ചിട്ട്, അതായത് സത്യയെ പറഞ്ഞ ആ ഒരു വാക്കുകളെ കുറിച്ച് സത്യഭാമ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്. ഈശ്വര, എൻ്റെ പൊന്നു മോളെയാണല്ലോ ഞാൻ ഈ ചതിയെല്ലാം ചെയ്തത്. അന്ന് സത്യ എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ എൻ്റെ അമ്മ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം അവരോടാണ്. അതുകൊണ്ട് എൻ്റെ പേര് സത്യഭാമ എന്ന് പറഞ്ഞ ആ വാക്ക് ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ് കേട്ടോ. ഈശ്വര, എൻ്റെ ശാലിനി എൻ്റെ പേര്, എന്നെ എത്രമാത്രം അവൾ സ്നേഹിച്ചിരുന്നു. പക്ഷെ ആ സത്യം ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ. ശ്യാമ ആ എഴുതി വെച്ച ആ വരികളിലെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ സത്യയും പത്മിനിയും ഈ പറയുന്ന ശാലിനിയുടെയും വിഷ്ണുവിന്റെയും കുഞ്ഞാണ്. പക്ഷേ ഒരിക്കലും ഞാൻ കാരണമാണ് എൻ്റെ ജീവിതം തകരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് ഇങ്ങനെ ശ്യാമ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ വാക്കുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ സത്യഭാമയുടെ മനസ്സിൽ അലയടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സത്യഭാമ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം വാക്കുകളാണ് ഞാൻ എൻ്റെ പൊന്നുമോളെ പറഞ്ഞത്. അതൊക്കെ പാപമായിരുന്നു, ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരുപാട് ക്രൂരതകൾ എൻ്റെ പൊന്നുമോളോട് ഞാൻ ചെയ്തു പോയി എന്ന ആ ഒരു മനസ്സിന് ആ ഒരു ടെൻഷൻ തോന്നണം കേട്ടോ. പിന്നീട് അടക്കവും ഒതുക്കവുമുള്ള സൈലന്റ് ആയ സത്യഭാമയാണ് കാണുന്നത്. എന്നാൽ വിഷ്ണു
വിഷ്ണു ആണെങ്കിൽ പൊട്ടിത്തെറിച്ചും കൊണ്ട് വിഷ്ണു മുന്നോട്ട് വരികയാണ്. വിഷ്ണു വന്ന് പൊട്ടിത്തെറിച്ചും കൊണ്ട് പറയുന്നുണ്ട് സത്യഭാമയോട്, ഇനി എനിക്ക് മുന്നോട്ടും പിന്നോട്ടും നോക്കാനില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ആരും വേണ്ട, എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ സത്യഭാമ അങ്ങനെയൊന്നും എടുത്തു ചാടലേ എന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വിഷ്ണുവിനോട് ഈ സത്യം പറയാൻ സത്യഭാമക്കും പേടിയുണ്ട്. കാരണം രോഹിത് എന്ന് പറയുന്നത് വേദനിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ സത്യഭാമ അവിടെ പ്രതിസന്ധിയിലാവുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ശ്യാമ പൊന്നിയെയും വെച്ചിട്ട് ആ ലെറ്റർ തിരിയാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് റീമേക്കിൽ ശരിക്കും പൊന്നിയല്ല ശ്യാമക്ക് ആ അപകടം പറ്റുന്നതിൽ ശ്യാമക്ക് തലയിലൊരു കെട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് സത്യഭാമ മനഃപൂർവ്വം ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് സത്യഭാമ ഇനി ശാലിനിയെ വിഷ്ണുവിനൊപ്പം നിൽക്കാൻ വിളിക്കുന്നുണ്ട്. പിന്നീട് സത്യഭാമ തന്നെയാണ് ഇവർക്കിടയിൽ ഒരു പ്രണയം, ആ ഒരു പഴയ പ്രണയമുണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. വിള്ളൽ മാറ്റി സത്യഭാമ വിഷ്ണുവിനെ കൊണ്ട് ശാലിനിക്ക് അത് ചെയ്തു കൊടുക്കുക, ഇത് ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ചെയ്തു കൊടുക്കുന്നിട്ട്. പിന്നീട് സത്യഭാമ തൻ്റെ 2 പേരക്കുട്ടികളെയും കൈകളിൽ പിടിച്ച് സത്യഭാമ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതിനിടയ്ക്ക് ഇനി ഉപേന്ദ്രന്റെ പ്രശ്നം വരാനുണ്ട്. സത്യഭാമ ജയിലിൽ പോകുന്ന ആ രംഗമുണ്ട്. അവിടെയും ശാലിനി തന്നെയാണ് രക്ഷികയായി വരുന്നത്. അതിനൊക്കെ ഇടയിൽ വിഷ്ണു അകന്ന് പോകുമ്പോഴാണ് വിഷ്ണുവിനോട് ഇനി ശാരദാമ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇത്. 1-2 എപ്പിസോഡിന്റെ കഥയല്ല, മൊത്തത്തിൽ ഒരു 2-3 ആഴ്ചയുടെ കഥയാണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് മുന്നിൽ ഇത് കണ്ടതൊന്നും സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെ. ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. അത് സുസ്മിത ഈ രോഹിത്തിനോട് പറയുന്ന ആ ഒരു സത്യട്ടോ, അതായത് സത്യഭാമയാണ് പത്മിനിയെ കൊന്നത് എന്ന ആ സത്യട്ടോ. അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ സ്വഭാവത്തിൽ ഇനിയൊരു മാറ്റം വരികയാണ്. രോഹിത്ത് വളരെ ദേഷ്യത്തോടു കൂടി ഇനി സത്യഭാമയോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടൊക്കെ പെരുമാറുമ്പോൾ ഇവിടെ എന്താണ് തന്റെ മകന് സംഭവിച്ചതെന്നറിയാതെ സത്യഭാമയും, എന്നാൽ വിഷ്ണുവിന്റെ ഈ പ്രതിസന്ധി കാണുമ്പോൾ ഈശ്വര, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണല്ലോ, എൻ്റെ സത്യമോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലോ, എൻ്റെ ശാലിനി എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ അവളെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തന്നോട് തന്നെ പലവട്ടം പറഞ്ഞു കരയുന്ന ആ സത്യഭാമയെ കാണുമ്പോൾ രാഘവൻ ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്, ശ്യാമയുടെ ആ വീഴ്ചയിൽ ഭാമി നിനക്ക് എന്ത് പറ്റി, നീ എന്താണ് ഉണ്ടായത്, അന്ന് രാത്രി ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് വീണ്ടും ഇങ്ങനെ രാഘവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആ ലെറ്റർ സത്യഭാമയുടെ കയ്യിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇനി സത്യഭാമ നേരെ പോകുന്നത് ഡോക്ടറുടെ അടുത്തോട്ടാണ് കേട്ടോ. ആ ഡോക്ടറുടെ അടുത്തോട്ട് പോകുമ്പോൾ അവിടെ സുസ്മിത അവിടെ വീണ്ടും വരുന്നുണ്ട്. ഉള്ള സത്യങ്ങൾ അറിയരുത് എന്ന് കരുതി സുസ്മിത ഡോക്ടറെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒന്നടക്കം കാത്തിരുന്ന ആ ഒരു സീനെത്തിയിരിക്കുന്നു. സത്യഭാമ അറിയുന്ന ആ സീനെത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞാലാണ് ഇനി വിഷ്ണു അറിയുന്ന ആ ഒരു സീനെത്തുന്നത് കേട്ടോ. അത് ശാരദാമ്മയാണ് പറയുന്നത്. അതെന്തായാലും 3-4 ദിവസം കഴിഞ്ഞ് അതും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഇനി സത്യഭാമ ജയിലിൽ പോയി കിടക്കുന്ന ആ കിടുക്കൻ രംഗമാണ് എല്ലാവർക്കും മുന്നിൽ കാണുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ സത്യഭാമ ചെയ്ത തെറ്റുകളെല്ലാം അത് തിരുത്തി കൊണ്ടുവരുന്ന ആ സീനും നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നുണ്ട്.